വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് വിൻസറിൽ ഇവിടെ ഈ സമ്മർ ആകുമ്പോഴത്തേക്കിന് ഒരു ഫെസ്റ്റൊക്കെ തുടങ്ങും. അപ്പോൾ ഇന്ന് റിപ്പ് ഫെസ്റ്റാണ്. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വേറെ ഒരു ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമ്മറിനാണ് ഇത് യൂഷ്വലി വരുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ മെയ് ആയിട്ട് ഇതുവരെ സമ്മർ ആവുന്നില്ല, വിൻ്ററാണ്. അതാണ് ഇപ്പോഴും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ഡിട്രോയിഡാണ് കേട്ടോ. എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ കാണിക്കാം. സമ്മറൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാനും, പിന്നെ ഈ വൈകിട്ടാകുമ്പോൾ നല്ല രസമാണ്, ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ ഈ വിൻ്ററിൻ്റെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് മാറാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സത്യത്തിൽ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഫെസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ഫുഡിൻ്റെ ചെറിയ ചെറിയ ഷോപ്സാണ് ഇട്ടേക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കോട്ടയത്തേക്ക് ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ. ഫുഡ് മാത്രമല്ല, അല്ലാതെ കുറേ ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കമ്മലും ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയും കുറേ ഉണ്ട്. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവർ ജൈൻറ്റ് വീലും ഇങ്ങനെ ചെറിയ റൈഡ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തണുപ്പ് കൊണ്ട് എനിക്ക് തോന്നുന്ന ആരും അധികമൊന്നും എവിടെയും കയറുന്നില്ല എന്നാണ്. ബിക്കോസ് കഴിഞ്ഞ വർഷം ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കുകളായിരുന്നു. പോർക്ക് മാത്രമല്ല, ചിക്കനും ബീഫും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഫ്രൈസും ജ്യൂസും സ്ലഷീസും അങ്ങനെയൊക്കെ. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേന് നമ്മുടെ ഹാവിലിയും റോബിൻ ചേട്ടനും കുഞ്ഞും കൂടെ വന്നു. പിന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി എവിടുന്ന് തുടങ്ങണം, ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക. ഇവർ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. എന്നാൽ പിന്നെ ഈ പ്രാവശ്യം അവിടെ നിന്നൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളും അങ്ങനെ ഒരു ഹാഫ് പോർക്കും പിന്നെ ചിക്കനും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ അത്ര പോർക്ക് ഫാൻ അല്ല, കഴിക്കും, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചിക്കനും കൂടെയാണ് ഓർഡർ ചെയ്തത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, പിള്ളേരെ ഒന്ന് റൈഡ്സിലോ ഒന്നും കയറ്റാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഈവൻ അവിടെ ഒന്ന് കളിക്കാൻ വിടണമെന്നുണ്ട്, പക്ഷെ നല്ല കാറ്റും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഓർത്ത് വന്നാൽ വീട്ടിൽ പോയി നമുക്ക് ഫുഡ് കഴിച്ചാലോ. പക്ഷെ പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. പിന്നെ ഇവിടെ നിന്ന് ഈ ബ്ലൂമിങ് ഓണിയൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്ന. ഒരു സോസൊക്കെ ഉണ്ട്, പക്ഷെ സംഭവം കൊള്ളാം. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ച സാധനം ഇവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ചെറിയ റിപ്പ് ഫെസ്റ്റ്? നല്ല പരിപാടി, ഭയങ്കര തണുപ്പ്. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നല്ല നല്ല ക്ലൈമറ്റും ആയിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഒരു തിരക്കുമില്ല, കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ റിപ്പ് ഫെസ്റ്റിന് വന്നു. നമ്മൾ വന്നു, പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോയി ബട്ടൂരയും ചിക്കൻ കറിയും കഴിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്. പിന്നെ അങ്ങനെ എന്തോ ഡ്രിങ്ക്സ് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവുകയായിരുന്നു ചെയ്തത്. പിന്നെ കാർണിവലിന് വന്നു. ഇനിയും ഉണ്ട്, ഇനി ഓരോ ഇതുപോലെ ഫെസ്റ്റും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിനെങ്കിലും ഈ തണുപ്പൊന്ന് പോയാൽ മതിയായിരുന്നു. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.